വിവാഹശേഷം മനുഷ്യൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത്. വിവാഹത്തിൻ്റെ ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്ത ദമ്പതിമാരുണ്ടോ? സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മക്കള് കാരണം നമുക്ക് നേട്ടവും കോട്ടവും ഉണ്ടായിത്തീരുന്നു. എല്ലാ നിലക്കും നമുക്ക് ഉപകാരമുള്ള മക്കളെയാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി തീരുന്നത് ആരും ആലോചിക്കാറില്ല. എന്നാൽ അങ്ങനെയും സംഭവിച്ചേക്കാം. മക്കളോടുള്ള ബാധ്യതകൾ പുലർത്താൻ കണിശത കാണിക്കാത്തവർക്ക് മക്കൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല കനിയും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത കനിയുമാണ് ലഭിക്കുക എന്നത് ആദ്യം നാം മനസ്സിലാക്കണം. മാതാപിതാക്കൾ നല്ലവരും മക്കളെ വളർത്തുന്നത് നല്ല രീതിയിലും ആണെങ്കിലേ മക്കൾ നന്നാവാൻ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണെങ്കിലും മക്കളെ വളർത്തുന്നത് നല്ല രീതിയിലല്ലെങ്കിലും മക്കൾ ചീത്തയാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. നല്ലവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായ മക്കൾ മുറിഞ്ഞു പോകാത്ത നന്മകളിൽപ്പെട്ടതാണെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ 3 പ്രവർത്തനങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും. ഏതൊക്കെയാണ് ആ 3 പ്രവർത്തനങ്ങൾ? അള്ളാന്റെ റസൂല് പറയുന്നു, ഒന്നാമതായി സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. രണ്ടാമത്തെ കാര്യം വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. മൂന്നാമതായി അള്ളാന്റെ റസൂല് പറഞ്ഞത് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളുമാകുന്നു എന്ന്. ഈ 3 കാര്യങ്ങളല്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യൻ മരിച്ചാൽ അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്. മക്കളെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നീട് കുട്ടി നന്നാകുന്നതും ചീത്തയാകുന്നതും മാതാപിതാക്കളെ ആശ്രയിച്ചായിരിക്കും. മാതാപിതാക്കളിൽ നിന്നും അവർ നടത്തവും സംസാരവും ഒക്കെ പഠിക്കുന്നു. മാതാവിൻ്റെ മടിത്തട്ട് ഒന്നാമത്തെ വിദ്യാലയമാണ്. അവിടെ വെച്ചാണ് നന്മയുടെയും തിന്മയുടെയും ഭാഗത്തേക്ക് കുട്ടി തിരിയുക. കുട്ടിയുടെ ഭവനം നന്നായാൽ, അവിടുന്ന് ലഭിച്ചത് നന്നായാൽ ശേഷമുള്ള ജീവിതം നന്നാകും. നമ്മുടെ കുട്ടികളിൽ സദാചാര ബോധവും നല്ല സ്വഭാവ ഗുണങ്ങളും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ കുടുംബത്തിനും നാട്ടിനും സമൂഹത്തിനും ഭാരമായി തീരും. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന് ശിക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭിണികളെ സന്തോഷവതിയാക്കണം. ഒരിക്കലും ഗർഭിണികളായ സ്ത്രീകളെ ദുഃഖിപ്പിക്കരുത്. ഗർഭിണികൾക്ക് നല്ല ഭക്ഷണം നൽകുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും വേണം. മാത്രമല്ല, ഒരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ മാർഗം ശുദ്ധവും ജീവിതം പിശാചിൽ നിന്ന് മുക്തവുമായി തീരണമെന്ന് മാതാപിതാക്കൾ ബോധമുള്ളവരായിരിക്കണം. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ചീത്ത സംസാരങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പരമാവധി ഒഴിവാക്കി നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ശ്രമിക്കണം. പ്രസവം കഴിഞ്ഞയുടൻ കുട്ടി ആദ്യമായി കേൾക്കേണ്ടതും നല്ല വചനങ്ങളാണ്. അതിനൊക്കെ വേണ്ടിയാണ് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത്. കുട്ടിക്ക് ബോധം ഉറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല വാക്കുകളും പ്രവർത്തനങ്ങളും ശീലിപ്പിച്ചു തുടങ്ങണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മയിലേക്കാണ് പ്രകൃതിയെ തന്നെ കൂടുതൽ ചായ്വുള്ളത്. ഒരു കുട്ടി ജീവിതത്തിൽ കണ്ട തിന്മകൾ അത്രയും തൻ്റെ ജീവിതത്തിൽ പകർത്തും. മാതാപിതാക്കൾ ഗുണം ചെയ്യണമെന്ന യാതൊരു ബോധവും അവനുണ്ടാവുകയില്ല. സുഖകരമായ തൻ്റെ ജീവിതത്തിന് ഭാരമായി തീരുന്ന വൃദ്ധമാതാപിതാക്കളെ വാക്കുകളിലൂടെയും ചിലപ്പോൾ പ്രവൃത്തിയിലൂടെയും അവൻ വേദനിപ്പിക്കുകയോ വൃദ്ധസദനത്തിലാക്കുകയോ അല്ലെങ്കിൽ കടത്തിണ്ണയിലേക്ക് വലിച്ചെറിയുകയോ ചെയ്യുന്നു. സ്വന്തമെന്ന് കരുതി സ്നേഹിച്ച് ലാളിച്ച് മറ്റുള്ളവരുടെ ഉപദേശം പോലും ചെവികൊള്ളാതെ എല്ലാ ആവശ്യങ്ങളും പണമൊഴുക്കി നിറവേറ്റിക്കൊടുത്ത് ഭൗതികമായി നല്ലവണ്ണം പഠിപ്പിച്ച് ജോലിയും വാങ്ങിക്കൊടുത്ത സ്വന്തം മക്കൾ നാം മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ് നിൽക്കാനോ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് സമയമുണ്ടാവുകയില്ല. നമ്മുടെ കുട്ടികളിൽ ചെറുപ്പം മുതൽക്ക് തന്നെ സദാചാര ബോധവും നല്ല സ്വഭാവ ഗുണങ്ങളും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നല്ല മതവിദ്യാഭ്യാസവും അവർക്ക് നൽകണം. മതപാഠശാലയിലേക്ക് കുട്ടിയെ അയച്ചാൽ മതപരമായ വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ കുട്ടികളോട് കണിശത പുലർത്തണം. മാമൂലിന് വേണ്ടിയാവരുത് നമ്മുടെ കുട്ടികളുടെ മതപഠനം. നമ്മുടെ മക്കളെ അള്ളാഹു മതബോധമുള്ള മക്കളാക്കി തരട്ടെ. മക്കൾ കാരണം തല കുനിച്ച് നടക്കേണ്ട ഗതികേട് നമുക്ക് ആർക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ.